മോളുടെ വീട്ടിൽ ആവശ്യത്തിന് തേനൊക്കെ ഉണ്ടായിരിക്കല്ലേ അമ്മച്ചി? വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ? പിന്നെ മോളുടെ പേരിൽ തേനുള്ളതുകൊണ്ട് ഷുഗർ വരാതെ നോക്കണം കേട്ടോ. ഷുഗർ വരാതെ നോക്കാം അമ്മച്ചി. ഹലോ ഹലോ ഹലോ, ഇവിടെ റേഞ്ച് ഇല്ല, കേക്കത്തില്ലേ? മോളായിരുന്നു. എത്ര നാളായി കണ്ടിട്ട്? ലക്ഷ്മി മിസ് സുഖല്ലേ? പേരെന്നാ? ഗോപിക. പിന്നെ നമ്മൾ അഭിനയിച്ച സിനിമയുണ്ടല്ലോ CBI, അത് ടിവിക്കകത്ത് വന്നപ്പോഴാ ഞാൻ വില്ലത്തി എന്നുള്ള കാര്യം. എനിക്കൊരു ഹലോ തരാമോ? ഹലോ. കേട്ടോ മോളെ, ഡയറക്ടർ അന്ന് നിന്നെ ഉരുട്ടിടാനാ പറഞ്ഞേ. പിന്നെ പിന്നൊന്നുമില്ല, കഥ മാറ്റി. നമസ്കാരം. ഇത് ജലദോഷം തുമ്മൽ പനിക്കുള്ള ഒരു വായുഗുളിക വെച്ചോളൂ. ഹരിഹർ നഗർ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നറിയോ പോകട്ടെ? സത്യം, ഞാൻ ഗോവിന്ദക്കുട്ടി. ഒന്ന് പോ ചേട്ടാ. ഞങ്ങൾ എപ്പോഴും പറയും ഇന്നസെന്റ് ഏട്ടന്റെ അംബാസഡർ കാറിൽ നമുക്കൊന്ന് ടൂർ പോകണം. ഇതൊക്കെ എപ്പോ? ഇല്ലടി, ഞാൻ പറഞ്ഞില്ലേ. എന്നെ വിളിച്ചാ? എന്റെ കൊച്ചിന്റെ മാല കണ്ടായിരുന്നേ? ഇവിടെ അതെ, ഇന്നസെന്റ് സാർ. ഇങ്ങോട്ട് നോക്കരുത്, സെൽഫി എടുക്കരുത്. ഇന്നച്ചാ ഒരുമാതിരി പരിപാടി കാണിക്കരുത് കേട്ടോ. ഇപ്പഴാ കാണാൻ കിട്ടിയത്. നിങ്ങൾ ആ ലോട്ടറി കിട്ടിയ കാശ് കൊണ്ട് മുങ്ങാൻ പോവാണെന്നൊക്കെ ഞാൻ അറിഞ്ഞ്. എന്റെ അമ്മ സത്യം, ഞാൻ അറിഞ്ഞു. എനിക്ക് മുങ്ങാൻ പറ്റില്ലല്ലോ. അതിന് നിങ്ങളെ ഞാൻ ഇങ്ങോട്ട് വിടുന്നില്ലല്ലോ കുട്ടാ. അല്ല, ഈ സംവിധാനം ഒറ്റയ്ക്ക് എഴുതുന്ന ആളല്ലേ? ഈ മോനെ ആടിന്റെ കൂടെ നടന്ന ഷാജി പാപ്പാനല്ലേ? ചേച്ചി ആനയുടെ കൂടെ നടന്നല്ലേ പാപ്പൻ എന്ന് വിളിക്കുന്നത്? പിന്നെ ചുമ്മാ. ഹലോ, ക്യാമറ ലാലേട്ടാ നമസ്കാരം. ഒരുപാട് ഞാൻ സഹിപ്പിക്കാതെ. നിവിൻ നമസ്കാരം. പാഷാണത്തെ ക്രിമി പോലെ മാറി സാജോട്ടാ. ആന്ന് ചേട്ടാ, ശരിക്കും സത്യം നല്ല ഉഗ്ര സ്ക്രിപ്റ്റ് ആയിരുന്നു. അല്ല, ചേട്ടനെ വിളിക്കുന്നു പറഞ്ഞിട്ടൊന്നും വിളിച്ചൊന്നുമില്ലായിരുന്നു. എന്നെ വിളിച്ചൊന്നുമില്ലല്ലോ. എന്നിട്ട് ചേട്ടാ എടാ മോനെ, എടാ സുരേഷേ, വെള്ളരിക്ക പട്ടണത്തിന്റെ ഡയലോഗ് ഒന്ന് മാറ്റി പിടിപെട്ടോ. കേട്ട് ഞാൻ തന്നെ ഡയലോഗ് മാറ്റി കളിക്കുന്നത്. വെള്ളരിക്ക പട്ടണോ? ഈശ്വര, എന്നെ തിരിച്ചറിയാൻ ആരുമില്ലേ ഇവിടെ? മുല്ലക്കത്തെ പാട്ട് പാടിയല്ലോ. ലാലേട്ടാ നമസ്കാരം. നമസ്കാരം. ലാല, നീ ഒന്നെങ്കിൽ അവന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണം. അല്ലോ, ഒന്നെങ്കിൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണം, അല്ലെങ്കിൽ നമസ്കാരം കൊടുക്കണം. രണ്ടും കൂടെ കൊടുക്കരുത് പറഞ്ഞിട്ടുള്ള എന്തോ പണിയാണല്ലോ. ഗണേശൻ, നീ ഇങ്ങേരം കൊണ്ടല്ലേ തെക്കിനി പോയത്? അതെ, കാർന്നവരെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? കാർന്നവരെ പറ്റി എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ്. കാര്യം താൻ ബ്രാഡ്ലിയുടെ ശിഷ്യനായിരിക്കും, നാഗവല്യ തളച്ചൊക്കെ കാണും. പക്ഷെ ഇവിടെ അമ്മയുടെ പ്രസിഡന്റ് ഞാനാ കേട്ടോ. ഹായ് ഗണേഷ് ചേട്ടൻ, താങ്കൾക്ക് പൊളിറ്റിക്സിൽ മാത്രമല്ല സിനിമയിലും ഉണ്ടല്ലേ പിടി. ലാലേട്ടാ, ഇടവേളയാകുമ്പോ കഴിക്കാൻ വേണ്ടിട്ട്. നമസ്കാരം. നമസ്കാരം. മോനെ ദുൽഖറെ, അസ്സലാമു അലൈക്കും. സുഖമായിട്ടൊക്കെ പോകുന്നു? എത്ര കാലം വേണ്ടിട്ട് വാപ്പച്ചി ഓൺ ദ വേ ആണ്. എന്റെ പൊന്നടിക്ക് ഈ അടുത്ത് നിൽക്കുന്ന സണ്ണിക്കര ഇരട്ടപ്പേരുള്ള കാര്യം അറിയാമോ നിനക്ക്? അറിയാം. പാരീസിൽ ചെന്ന് ചോദിച്ചാലും അറിയാം. ഇതൊന്നുമല്ലല്ലോ ഞാൻ ചോദിക്കാൻ വന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ഹംസക്കോയുടെ പൈസ കൊടുത്തായിരുന്നു? അതെ, നീ ആയിട്ട് ഇനി ഇതാരോടും പറയാൻ നിൽക്കണ്ട. ലോട്ടറി അടിച്ച് എനിക്ക് തന്നെയാണ്. പിന്നെ ലാലേട്ടാ, മാധവൻ കെട്ടതൊന്നും ചേക്ക് വിട്ട് പുറത്തു വിട്ടില്ല കേട്ടോ. ഞാൻ കട്ടില്ലോട്ടോ, എനിക്ക് ലോട്ടറി അടിച്ച് പാടില്ല. എന്താ ലേറ്റ്? ഷൂട്ട് ബിഗ് ബീഡിയ അല്ലായിരുന്നു, അതുകൊണ്ട് സ്ലോ മോഷനിലാണ് വന്നേ. നമസ്കാരം. നമസ്കാരം. ഇവിടെ ഒരു നമസ്കാരം. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. അതെന്താ എനിക്ക് നമസ്കാരമില്ലേ? അതെ മമ്മൂക്ക, എനിക്കൊരു സീക്രട്ട് പറയാനുണ്ട്. എന്താണ്? അത് രഹസ്യമാണ്, ആരോടും പറയാൻ പറ്റൂല. നിർത്തണം, നീ ആളെ കളിയാക്കുന്നു. പോയില്ലെന്ന് ശരിക്കും ഉണ്ടല്ലോ. ഇന്നസെന്റ് ഏട്ടന് ലോട്ടറി അടിച്ചായിരുന്നു. നമ്മളെ പറ്റിച്ച് ലോട്ടറി അടിച്ചില്ല, അടിച്ചു മോനെ എന്നൊക്കെ പറഞ്ഞ് തലയിറങ്ങി വീണത് വെറുതെയാണെന്ന്. ഇപ്പൊ കാർ അംബാസഡർ കാറും മേടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞാന്ന് പറയില്ല കേട്ടോ. സത്യം, ഇക്കനെ നേരിട്ട് വെച്ചോ. എന്നെ വിളിച്ചോ? എന്തോ എന്റെ ചെയ്ത് മമ്മൂട്ടി ഒന്നും മനസ്സിൽ വെക്കരുത്, അവൻ വെറുതെ പറഞ്ഞിട്ട്. ഈ അംബാസഡർ കാറിനൊക്കെ ഇപ്പൊ എന്ത് വില? ഭയങ്കര വിലയായിരിക്കും അംബാസഡർ കാറിനൊക്കെ. അല്ല ഇനിച്ച എന്റെ പാർക്കിങ്ങിലെ ഊട്ടി രജിസ്ട്രേഷൻ വെള്ള അംബാസഡർ കാർ അറിയാമോ? എന്റെ അമ്മയെ കർത്താവേ, ഇതെല്ലാ ആർട്ടിസ്റ്റുകളും അവരുടെ സീറ്റിലിരിക്കുകയാണ്. ഇത് അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗ് ആണ്, അല്ലാതെ അയൽക്കൂട്ട മീറ്റിംഗ് ഒന്നും അല്ല കേട്ടോ. ഒന്ന് മനസ്സിലാക്കേണ്ടതാണ് ആർട്ടിസ്റ്റുകളെ. അല്ലേ മമ്മൂക്ക, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യുന്നേ. അപ്പൊ ഒന്ന് കേൾക്കുന്നേ ലാലേട്ട, ഇതിലെന്തോ ഗൂഢമായ ഒരു തന്ത്രം. ഗൂഢമായ എന്തുണ്ടെന്ന് അത് കേൾക്കത്തില്ലെന്ന്. ആ മൈക്ക് അങ്ങോട്ട് ഓണാക്ക്.